ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ബെൽ ഐക്കൺ വരും, ബെല്ലിൻ്റെ പടം. അതുമേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്കത് ടാസ്കുകളൊക്കെ ഞാൻ അതുപോലെ തരുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ 13ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷൂ ആണ്. ഡീക്ലട്ടർ ചെയ്യാൻ പോകുന്ന ഷൂ, പിന്നെ കുറച്ച് ഷൂവിൻ്റെ ക്ലീനിങ്ങും. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണമെങ്കിൽ അതും ചെയ്യാം. അപ്പം എൻ്റെയും മക്കളുടെയും ഷൂകളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ഇതിൽ ആവശ്യമില്ലാത്ത ഷൂ മാറ്റിയിട്ട് ഇപ്പോൾ ഉള്ളത് ആവശ്യമുള്ള ഷൂകളാണ്. ആദ്യം തന്നെ ഒരു ബക്കറ്റിൽ ഫുൾ വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഞാൻ തുണി കഴുകണ എന്താ പറയുക ഡിറ്റർജൻറ്റ് അതിലിട്ടിരിക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ചൊറുക്ക് ഒഴിക്കുക. ഒരു 1/4 കപ്പൊക്കെ മതി ഫുൾ ബക്കറ്റ് വെള്ളത്തിന്. അത്രയും കുറച്ച് ഒഴിച്ചോളാം, കാരണം സ്മെല്ല് ഉണ്ടാവും. പക്ഷെ ഇത് ആൻറ്റി ബാക്ടീരിയലാണ്. ഷൂ അതിലിട്ട് വെച്ചാൽ നല്ലതാണ്. ഈ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം മുക്കി വെക്കേണ്ടത് ക്യാൻവാസ് ഷൂ, സ്പോർട്സ് ഷൂ, അതുപോലെ തുണി കൊണ്ടുള്ള ഷൂ ഒക്കെ ഇല്ലേ, ഇപ്പോൾ കുറേ അങ്ങനത്തെ ഷൂ ഇറങ്ങുന്നുണ്ട്. എനിക്കും എൻ്റെ മക്കൾക്ക് അതുപോലത്തെ തന്നെ ഉണ്ട്. ഞങ്ങൾ വല്ല ട്രിപ്പൊക്കെ പോകുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ചെരുപ്പാണ് ഉപയോഗിക്കുന്നത്. മക്കൾ സ്ഥിരമായിട്ട് ഈ ചെരുപ്പ് തന്നെയാണ് ഇടുന്നത്, അതുകൊണ്ട് അത് നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ചെരുപ്പുകൾ മാത്രം ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ചെരുപ്പിൻ്റെ സൈഡിലെ സോൾ ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിറ്റർജൻറ്റ് അത്ര പത വരണമെന്നില്ല. അപ്പോൾ പാത്രങ്ങൾ ലിക്വിഡ് കുറച്ച് എടുക്കുകയാണെങ്കിൽ ഒരു പഴയ ടൂത്ത് ബ്രഷോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇത് വെച്ചിട്ടും കഴുകിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഷൂ കഴുകാട്ട. ചിലവർക്ക് ഇപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ച് ഇങ്ങനെ കഴുകുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ഗ്ലൗസ് ഇട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം ഗ്ലൗസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് കഴുകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ട് കഴുകാട്ടോ, അത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ. അപ്പോൾ ചെരുപ്പ് നന്നായി കഴുകിയ ശേഷം നന്നായി കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ചെളിയും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒത്തിരി വെള്ളവും ഒത്തിരി അങ്ങനത്തെ പണിയാണ്, അതുകൊണ്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ചെരുപ്പ് ഫുള്ള് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടിഭാഗത്ത് ചിലപ്പോൾ അഴുക്കുകൾ അത്ര പോകണമെന്നില്ല, എന്നാലും പറ്റുന്ന പോലെ ക്ലീൻ ചെയ്യാം. മക്കളുടെ ചെരുപ്പും അതുപോലെ തന്നെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ പോലെ ചെളി വരാൻ ഇതുണ്ട്. കുട്ടികൾ എന്താ പറയുക മഴക്കാലത്തൊക്കെ ഇട്ടിട്ട് ആ ചെരുപ്പുമ്പോൾ ചെളി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല വെയിലുള്ള കാരണം ഇപ്പോൾ കഴുകിയ ചെരുപ്പ് ഉണങ്ങാനും ഈസിയാണ്. ഈ ചെരുപ്പുകൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം, അല്ലെങ്കിൽ സ്മെല്ല് വരും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയ ശേഷം എന്താ പറയുക ഉരച്ച് കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. ഇനിയുള്ളത് പാർട്ടി വെയർ ചെരുപ്പുകളാണ്. ഈ ചെരുപ്പ് ഇതുപോലെ വെള്ളത്തിലിട്ടൊന്നും കഴുകരുത്. നമ്മൾ നന്നായി കെയർ ചെയ്ത് കഴുകണം. ചില ചെരുപ്പിൻ്റെ പശയൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് എന്താ ചെയ്യണം പോകണമെന്ന് വെച്ചാൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നന്നായി പിഴിഞ്ഞ ശേഷം ഒന്ന് കൈ കൊണ്ട് നന്നായി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അഴുക്കുണ്ടെങ്കിൽ ഇത്തിരി അമർത്തി വൈപ്പ് ചെയ്യുക. ഞാനിതുമ്മ അധികം വെള്ളം ഒട്ടും യൂസ് ചെയ്യാറില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചില അഴുക്കുകൾ പോകണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ചില അഴുക്കുകൾ പാടുകൾ കറയൊക്കെ ഉണ്ടെങ്കിൽ പോകും, റിമൂവർ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബ്രഷ് എടുത്തിട്ട് ഇത്തിരി സോപ്പ് വെള്ളം ഇതുപോലെ ആക്കിയിട്ട് ഇത്തിരീശ ചെയ്യാം. പ്രത്യേകിച്ച് ചെരുപ്പിൻ്റെ ഹീലുകളുമൊക്കെ അഴുക്കുണ്ടാവും. അത് നമുക്ക് ബ്രഷ് വെച്ച് പതുക്കനെ അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം മക്കളുടെ ചെരുപ്പുകളും കല്ലുകളുള്ളത് അതൊക്കെ ഇതുപോലെ തുണി വെച്ച് വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അതാണ് ഞാൻ മെയിനായിട്ടും ചെയ്യാറ്. അപ്പോൾ ചില ചെരുപ്പിൻ്റെ ഹീലും അഴുക്കുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ എന്താ പറയുക ഹീല് വൈറ്റ് കളറാണ്. അപ്പോൾ ആ സൈഡിൽ മാത്രം ഞാൻ ബ്രഷ് വെച്ച് നന്നായി ഉരച്ച് കഴുകി ഒരു തുണി വെച്ച് വൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ലാസ്റ്റായിട്ട് സ്ലിപ്പറാണ്. നമ്മൾ സ്ഥിരം പുറത്തൊക്കെ ഇടുന്ന സ്ലിപ്പർ. അപ്പോൾ അതും അഴുക്കുണ്ടായിരിക്കും. അപ്പോൾ അത് പിന്നെ പ്രശ്നമില്ല, റബ്ബറല്ല, കേടാവില്ല. നന്നായി വെള്ളം ഒഴിച്ച് സ്ക്രബ് ചെയ്തെടുത്ത് കഴുകിയെടുത്തിട്ട് അതിനുശേഷം നമുക്കതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ല വെയിലുള്ള ടൈം അപ്പോൾ നിങ്ങളുടെ ഉച്ചയാകുമ്പോഴേക്കും ഇത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും നന്നായിട്ട് ചെരുപ്പുകൾ ഉണങ്ങി കിട്ടും. അപ്പം ഞാൻ ഇതേ ചെരുപ്പുകളെല്ലാതും കഴുകി ഇതേ വെയിലത്ത് ഇങ്ങനെ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട വെള്ളം വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോയി നമ്മൾ ചെരുപ്പ് നോക്കിയിട്ട് ആ വെള്ളം ഒന്ന് കളയുക. അപ്പോൾ ചില ചെരുപ്പിന് എന്താ പറയുക അവിടെ ആ ഭാഗത്തൊരു ഹോൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ചെരുപ്പിന് കണ്ടില്ലേ, ഇതിൻ്റെ ആ ഭാഗത്തൊരു ഹോൾ പോലെ. അപ്പോൾ വെള്ളം വന്നാൽ അത് അങ്ങോട്ട് അതിൽ കൂടെ പോവും. പക്ഷേ ഈ ചെരുപ്പുകൾക്കൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നന്നായി വെള്ളം എന്താ പറയുക കളയാം. എന്നിട്ടെല്ലാം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കാം. അപ്പോൾ ഷൂ എല്ലാം ഞാൻ കാണിച്ചു തരാം. ചെറിയ മക്കൾക്ക് രണ്ടാൾക്കും ഈ തുണി കൊണ്ടുള്ള ഷൂ ആണ്. അവരെ കാഷ്വലായിട്ട് എപ്പോഴും ഇടാൻ അവർ ഉപയോഗിക്കുന്നത്. കഴുകാൻ പറ്റും, അതുകൊണ്ട് നല്ല ചെരുപ്പാണത്. ഇത് ബാറ്റിൽ നിന്ന് മേടിച്ചാണ്. ജീൻസിനും അതിനൊക്കെ ചേരണ മോഡലൊരു ചെരുപ്പാണ്. വൈറ്റ് ആയതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കണമെന്ന് മാത്രം. അപ്പം ഇതും ഒരു ക്യാൻവാസ് ഷൂ തന്നെ പറയാം, സ്പോർട്സ് ഷൂ എന്നൊക്കെ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഷൂസ് ഇടായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ നടക്കേണ്ടി വരും. അപ്പോൾ കാലിന് കംഫർട്ടബിൾ ഇതുപോലത്തെ സ്പോർട്സ് ഷൂ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതും ലേസ് ഇല്ല, ഷൂ ലേസ് പോലെ. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇടും ചെയ്യാം, എളുപ്പമുണ്ട്. മറ്റേ ക്യാൻവാസ് ഷൂ വൈറ്റിന് ആ ലേസ് ഉള്ള കാരണം എനിക്ക് ഇത്തിരി പണിയുണ്ട്. ചില സമയത്ത് ചെരുപ്പ് ഊരേണ്ടി വരുമ്പോൾ ഊരി പിന്നെ ലേസ് കെട്ടാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഈ മോഡൽ ചെരുപ്പ് നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ വളരെ നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ പാർട്ടി വെയർ ചെരുപ്പ് കാണിച്ചു തരാം. ഇത് കല്ലുകൾ പതിച്ചിട്ടുള്ള ഒരു പാർട്ടി വെയർ ചെരുപ്പാണ്. ഇപ്പം അത് അത്ര ഫാഷനൊന്നും ഇല്ലാട്ട.
എന്നാലും ഇപ്പം എൻ്റെ കയ്യിലെ ചീത്തയാവാത്തതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് എൻ്റെ മക്കളുടെ പാർട്ടി വെയർ ചെരുപ്പാണ്. രണ്ടാളിലെയും ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ് എൻ്റെയും മക്കളുടെയും. മൂത്ത മോളുടെ ഇത്തിരീശ കല്ലുകളുണ്ട്, കല്ലുകളൊക്കെ പെട്ടെന്ന് പൂട്ടുക. ഞാൻ പക്ഷേ സജസ്റ്റ് ചെയ്യില്ല, കുറച്ച് കഴിയുമ്പോൾ കല്ലുകൾ പോണ കാരണം. താഴെയുള്ള മോളുടെ പ്ലെയിൻ ആണ്, ഗോൾഡൻ കളറാണെന്ന് മാത്രം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന കാഷ്വൽ ആയിട്ടുള്ള എൻ്റെ ഹീൽ ചെരുപ്പാണ്. അതായത് പാർട്ടി വെയറിന് അത്രയും കല്ലുകളൊന്നും ഇല്ലാത്ത ചെരുപ്പ്. അപ്പോൾ ഈ ചെരുപ്പാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിന്ന് തന്നെയാണ് മേടിച്ചത്. ഒരുമാതിരി സാധനങ്ങളൊക്കെ ഞാൻ മാക്സിന്ന് മേടിക്കുന്നത് പറയണതിൻ്റെ കാര്യം അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ മാക്സ് എന്ന് പറയണത്. ബാക്കി കടകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ എന്താ പറയുക, ഈ ചെരുപ്പ് ചുരിദാറിനും അതിനൊക്കെ നല്ല മാച്ചിങ് ആണ്, ജീൻസിനും കുഴപ്പമൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. 750 രൂപയായിരുന്നു വില. പിന്നെ എൻ്റെ ചെരുപ്പ് സ്റ്റാൻഡാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് പഴയതായിട്ട് തിരിച്ച് തുരുമ്പ് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പെയിൻറ് ചെയ്താണ്, റോസ് പെയിൻറ് അടിച്ചു. ബ്ലാക്ക് കളറാണ്, മെറ്റലിൻ്റെ ആണ്, അത്രയും കനുള്ള കമ്പിയല്ല. പക്ഷെ ഒരു കുഴപ്പം, ഇതിൻ്റെ ചെരുപ്പുകൾ ചിലപ്പോൾ ഇടയക്കോടെ ഇങ്ങനെ താഴത്തേക്ക് പോകണ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ ട്രേയോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ഷീറ്റോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്കൊന്ന് അത് അങ്ങനെ വെക്കാം. കാരണം എന്താ വെച്ചാൽ ചെരുപ്പുകൾ വീഴാണ്ടിരിക്കാൻ. അപ്പം ഞാൻ മക്കളുടെ ചെരുപ്പ് വയ്ക്കുക അതുപോലെ 2 ട്രേ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പലക ഇട്ടേക്കാണ്, കാരണം ചെരുപ്പുകൾ കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചെരുപ്പ് സ്റ്റാൻഡ് റൂമിൻ്റെ അകത്താണ്. എനിക്കറിയാം നല്ലതല്ല ചെരുപ്പ് അകത്ത് വെക്കണമെന്ന്, പക്ഷെ വെക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം പട്ടികളുണ്ട്. പട്ടികൾ ചെരുപ്പ് എടുത്തിട്ട് പോയിട്ട് കേടാക്കിയിട്ട് 2-3 പ്രാവശ്യം അങ്ങനെ ചീത്തയാക്കി. പിന്നത്തെ കാര്യമുള്ളത്, പാമ്പ് വന്ന് ചെരുപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് ഒരു വീഡിയോയിൽ ഞാനൊരു കണ്ടു വാട്സപ്പിൽ. അപ്പോൾ അത് കണ്ടോടെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ചെരുപ്പ് പുറത്ത് വെക്കില്ല, ഷൂസിൻ്റെ ഉള്ളൊക്കെ പ്രത്യേകിച്ച്. അതുകൊണ്ട് അകത്ത് വെക്കുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ, കാരണം എനിക്ക് അറിയില്ല അല്ലാണ്ട് എങ്ങനെയാണത് ചെരുപ്പുകൾ സൂക്ഷിക്കേണ്ടതെന്ന്. അപ്പോൾ ചെരുപ്പിൽ പഴയതായിട്ട് ഈ ഒരു ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറുതാവും ചെയ്തു, കുറേ അത് ചീത്തയായി, അതുകൊണ്ട് അത് കളയാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് നിങ്ങൾ എല്ലാവരും മറക്കാണ്ട് ചെയ്യുക. ചെരുപ്പുകളൊക്കെ പോയി നോക്കുക, തീരെ പൊളിഞ്ഞതും കേടായതൊക്കെ കളയുക. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി ചെരുപ്പ് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെക്കുക. നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ വെയിലത്ത് വെച്ച് ചെരുപ്പ് നന്നായി ഉണക്കി എടുത്ത ശേഷം ഉപയോഗിക്കുക. അപ്പോൾ ചെരുപ്പ് ഇടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്, നല്ല പുതിയതുപോലെ ഇരിക്കും ചെരുപ്പ് എപ്പോഴും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ഇന്നത്തെ ടാസ്ക് ചെയ്യുക. അപ്പോൾ പുതിയ ടാസ്ക് ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ടാസ്ക് ചെയ്യണ എല്ലാവർക്കും പ്രത്യേകം കൺഗ്രാജുലേഷൻ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ.